ഹായ് ഗായ്സ്, നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ പേര് രാജി. ഞാനൊരു ട്രാവൽ വ്ളോഗറാണ്. നമ്മുടെ ഈ ചാനലിൽ നമ്മൾ യാത്ര ചെയ്തിട്ടുള്ള രാജ്യങ്ങളിലെ കാഴ്ചകളും അവിടുത്തെ കൾച്ചറും ഹിസ്റ്ററിയും എങ്ങനെ രാജ്യത്തേക്ക് പോകാം എന്നുള്ള കാര്യങ്ങളാണ് നിങ്ങളായിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. സമയം 6:38 നമ്മളങ്ങനെ ഉംലൂജിലെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ആ സ്ഥലത്തിൻ്റെ പേര് യാംബു ആണ്. നമുക്കിനി ഒരു മണിക്കൂറും 54 മിനിറ്റും ഉണ്ട് യാത്ര. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉംലൂജിൽ നിന്നും യാംബുലോട്ടുള്ള യാത്രയുടെ കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. ഏകദേശം 2 മണിക്കൂർ യാത്രയുണ്ട് ഉംലൂജിൽ നിന്ന് യാംബു വരെ. നമ്മുടെ സൗദി ട്രാവൽ സീരീസ് തുടങ്ങിയത് അൽഖർജിൽ നിന്നാണ്. അൽഖർജിൽ നിന്നും നമ്മൾ റിയാദിലെത്തി. റിയാദിൽ നിന്നും ഖാസിം, ഹെയിൽ, അല്ലുലയിൽ അങ്ങനെ എത്തി. അല്ലുലയുടെ കാഴ്ചകളെല്ലാം കണ്ടാണ് നമ്മൾ ഉംലൂജിൽ എത്തിയിരിക്കുന്നത്. 2 ദിവസം മുമ്പ് നമ്മൾ 4200 അടി പൊക്കമുള്ള ഹരാത്ത് വ്യൂ പോയിന്റിലായിരുന്നുവെങ്കിൽ ഇപ്പം നമ്മളുള്ളത് സൗദിയുടെ മാൽദീവ്സായ ഉംലൂജിലാണ്. അല്ലുലയുടെ ഭംഗി അവിടുത്തെ പാറകളും മലകളും ഒക്കെ ആണെങ്കിൽ ഇവിടുത്തെ ഭംഗി എന്ന് പറയുന്നത് ഇവിടുത്തെ മനോഹരമായ ഈ ബീച്ചുകളാണ്. നമ്മളിപ്പോൾ ഉംലൂജ് സിറ്റി ഡ്രൈവ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ബീച്ചിലൊക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വിശന്നു. നമ്മൾ ഒരു ബ്രോസ്റ്റർ തപ്പി നടക്കുകയാണ്. ബീച്ചിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നമുക്ക് നല്ല രീതിയിൽ അങ്ങ് വിശന്നു. അതുപോലെ തന്നെ നമുക്കിനി യാംബുവിലേക്ക് പോകാനായിട്ട് 2 മണിക്കൂറോളം യാത്രയുണ്ട്. പോകുന്ന വഴിക്ക് നമുക്ക് റെസ്റ്റോറൻറ്റൊന്നും കണ്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? അതുകൊണ്ട് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ നേരെ ബ്രോസ്റ്റർ കടയിലേക്ക് കയറിയിരിക്കുകയാണ്. അതേപോലെ തന്നെ ഇവിടെ സലാഡ് ടൈം ആയതുകൊണ്ട് നമുക്ക് ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റിയിരുന്നില്ല. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ മേടിച്ചിട്ട് നേരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും നമുക്ക് ഇരുന്ന് ഫുഡ് കഴിക്കാമെന്നൊക്കെ തീരുമാനിച്ച് നമ്മൾ നേരെ പോവുകയാണ്. ഈ ഒരു റോഡിൽ കൂടെ യാത്ര ചെയ്തപ്പോഴേ നമുക്ക് ശരിക്കും റിയാദിലെ റോഡിൽ കൂടെ പോകുന്ന പോലെ നമുക്ക് തോന്നി. നല്ല രസമുണ്ടായിരുന്നു ഈ ഒരു സ്ഥലം കാണാനായിട്ട്. അങ്ങനെ അവിടുന്ന് നേരെ നമ്മൾ യാംബുവിലേക്ക് നമ്മൾ പോവുകയാണ്. പോകുന്ന വഴിക്ക് നമുക്ക് നല്ലൊരു പാർക്ക് കാണാൻ പറ്റി. അപ്പോൾ നമ്മുടെ വണ്ടിയൊക്കെ നിർത്തിയിട്ട് നമ്മൾ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിക്കുകയാണ്. ഇവിടെ പൊതുവേ പാർക്കിലൊക്കെ ഇരുന്ന് എല്ലാവരും ഭക്ഷണമൊക്കെ കഴിക്കാറുണ്ട്. അടിപൊളിയായിട്ടുള്ളൊരു പാർക്കാണ്. നമുക്ക് കാണാൻ പറ്റും കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. നമ്മൾ അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ ആ ഒരു പാർക്കിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു പാർക്കായിരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ ഒരു സൈഡ് ബീച്ചാണ്. ഞങ്ങൾ കുറേ നേരം ആ ഒരു ബീച്ചിൻ്റെ അടുത്ത് ഇരിക്കുകയൊക്കെ ചെയ്തു. ശരിക്കും ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിട്ടുള്ളൊരു പാർക്കായിരുന്നു. നമ്മൾ ആ ഒരു പാർക്കിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കുഞ്ഞു കുട്ടികളൊക്കെ അതുവഴി ഇങ്ങനെ നടപ്പുണ്ട്. സമയം 8 മണി ആവാറായി. അങ്ങനെ നമ്മൾ പാർക്കിൽ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ നേരെ നമ്മൾ ഉംലൂജിൽ നിന്ന് യാംബുവിലേക്ക് പോവുകയാണ്. ഉംലൂജിൽ നിന്ന് യാംബു വരെ 162 കിലോമീറ്ററും 1.25 മണിക്കൂർ യാത്ര. ഇവിടെ പെട്രോൾ പമ്പൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പെട്രോളൊക്കെ അടിക്കാം. അങ്ങനെ നമ്മൾ യാംബു ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല റോഡാണ്. അതേപോലെ തന്നെ പകൽ സമയത്ത് ഉംലൂജിൽ നിന്ന് യാംബുവിലേക്ക് യാത്ര ചെയ്യുമായിരുന്നെങ്കിൽ ബീച്ചിൻ്റെ ഭംഗിയൊക്കെ കണ്ട് യാത്ര ചെയ്യാൻ സാധിക്കും. നമ്മളിപ്പോൾ ഇതുവഴി യാത്ര ചെയ്തപ്പോൾ രാത്രിയായി. അങ്ങനെ നമ്മൾ കുറച്ച് മുന്നോട്ട് പോയപ്പം സ്ട്രീറ്റ് ലൈറ്റുകളൊന്നും ഇല്ലാത്ത റോഡിലേക്ക് കയറി. ധാരാളം ട്രക്കുകളാണ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചത്. പോകുന്ന വഴിയിൽ നമുക്ക് ഇങ്ങനെ ഓരോ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോകാൻ പറ്റും. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
സൗദി കൂടെയുള്ള എല്ലാ യാത്രയിലും നമുക്ക് മനസ്സിലായ കാര്യമൊന്നും പറഞ്ഞാൽ ആദ്യം ഒരു സിറ്റി വരും, അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ കുറച്ച് മരുഭൂമിയുടെ കാഴ്ചകൾ കാണും, വീണ്ടും സിറ്റി വരും. അങ്ങനെയാണ് പൊതുവെ ഇവിടുത്തെ ഒരു യാത്രയുടെ കാഴ്ചകൾ. അങ്ങനെ നമ്മൾ യാമ്പൂലെത്തി. ധാരാളം ലൈറ്റൊക്കെ കൊണ്ട് വളരെ മനോഹരമാക്കിയിട്ടുണ്ട് അല്ലേ. രണ്ട് സൈഡിലും ധാരാളം മരങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് അല്ലേ. അതേപോലെ തന്നെ രാത്രിയിലായതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. യാമ്പു എന്ന പേര് അറബിയില് നദികൾ ഒഴുകുന്ന സ്ഥലം എന്നാണ്. സൗദി അറേബ്യയിലെ റെഡ് സീയുടെ തീരത്ത് കിടക്കുന്ന ഒരു പ്രധാന നഗരമാണ് യാമ്പു. യാമ്പു പുരാതന കാലം മുതലേ വ്യാപാര കേന്ദ്രമായിരുന്നു. റെഡ് സീ വഴിയുള്ള വ്യാപാരത്തിന്റെ മെയിൻ തുറമുഖമായിരുന്നു യാമ്പു. ഇന്ന് യാമ്പു ഒരു പ്രധാന ഇൻഡസ്ട്രിയൽ ഹബ്ബ് കൂടിയാണ്. എണ്ണ, ഗ്യാസ്, പെട്രോ കെമിക്കൽ മേഖലകളിൽ ലോക പ്രശസ്തമായ കമ്പനികൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. കൂടാതെ മനോഹരമായ ബീച്ചുകളും കോറൽ റീഫുകളും ഉള്ളതിനാൽ വിനോദസഞ്ചാര കേന്ദ്രമായും പ്രശസ്തമാണ്. നമ്മളിപ്പോൾ യാമ്പു സിറ്റി കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്നത് യാമ്പു സിറ്റിയാണ്. നമ്മുടെ ഹോട്ടൽ ബുക്ക് ചെയ്തിരിക്കുന്നത് യാമ്പൂലാണ്. അപ്പം നമ്മൾ ആ ഒരു ഹോട്ടലിലേക്കാണ് നേരെ ഇപ്പോൾ പോകുന്നത്. അങ്ങനെ 2 മണിക്കൂർ നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മൾ ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ്. ഈ ഒരു ഹോട്ടലിലാണ് നമ്മൾ സ്റ്റേ ചെയ്തിരുന്നത്. കറക്റ്റ് 2 മണിക്കൂർ കൊണ്ട് നമ്മൾ ഉംലുജിന്ന് യാമ്പൂലെത്തി. നല്ലൊരു യാത്രയായിരുന്നു. അങ്ങനെ നമ്മൾ ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ്. അങ്ങനെ നേരെ നമ്മൾ റൂമിലേക്ക് കയറുകയാണ്. കയറി ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു ലിവിങ് റൂമാണ്. ഇവിടെ 2 ബെഡ്റൂം ഉണ്ടായിരുന്നു. നമ്മൾ ആദ്യം തന്നെ കാണുന്നത് 2 ട്വിൻ ബെഡിൻ്റെ ബെഡ്റൂമായിരുന്നു. ലിവിംഗ് റൂമിൽ തന്നെ ഫ്രിഡ്ജും ടിവിയും സോഫയും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല വലിപ്പമുള്ള റൂമുകളായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇത് 2ാമത്തെ ബെഡ്റൂമായിരുന്നു. ഇതും അത്യാവശ്യം നല്ല വലിപ്പമുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു റൂമായിരുന്നു. പിന്നെ ഒരു വാഷ്റൂം ഉണ്ടായിരുന്നു. ഇതായിരുന്നു ഇവിടുത്തെ വാഷ്റൂം. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു.
അത്യാവശ്യം നല്ലൊരു ഹോട്ടലായിരുന്നു, എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ളൊരു ഹോട്ടലായിരുന്നു. ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ എടുത്തിട്ട് വീണ്ടും പുറത്തിറങ്ങിയേക്കാണ്. പെട്രോൾ അടിച്ചിട്ട് നമ്മൾ ഫുഡ് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. യാമ്പൂവിൻ്റെ മനോഹരമായ കാഴ്ചകളുമായി അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.